ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നാടൻ രുചിയിലുള്ള തേങ്ങ വറുത്തരച്ച് വെച്ച മത്തിക്കറിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ഈ കറി എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള പഞ്ഞിനൊക്കെയുള്ള ഒരു 5 മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഈ ഒരു മുറി നാളികേരമാണ് ഞാൻ ചിരകി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കിയിട്ടത് നല്ല രീതിക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കാതിരുന്നാൽ ചിലപ്പം കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് ആവുന്നത് വരെ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചീഞ്ചട്ടി ഇറക്കി വയ്ക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തേങ്ങ വറുത്ത് വെച്ച് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്തത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കറി വയ്ക്കാൻ പോണത്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ കട്ടിക്കാണ് തേങ്ങ അരച്ചെടുത്തത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. അതിനായിട്ട് ഇതാ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പുളി ഒന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പുളിയാണ് നമ്മുടെ ഒരു മീൻ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി പിഴിഞ്ഞിട്ട് പുളി തീരുന്ന വരയ്ക്ക് നമുക്ക് ആ വെള്ളം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിലെ പുളി മാക്സിമം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി, ഒരു 3 പച്ചമുളകുമാണ് ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ ഞാനിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൈ വെച്ച് ഉടച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. എന്നിട്ട് ഞാനിന്ന് കറണ്ട് അടുപ്പിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കറിയൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ തിള വരുന്ന വരയ്ക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം മത്തി അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഞ്ഞീനൊക്കെ ഉള്ള അടിപൊളി മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് നടുമുറിക്കുന്നുണ്ട്. എന്നാലും അതിലേക്ക് എരും പൊടിയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അതേ അതിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചായിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മത്തി നടുമുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ഞീന് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. പഞ്ഞീന് പെട്ടെന്ന് വേവും. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ മീനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുറന്നിട്ട് പഞ്ഞീനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീനൊക്കെ ഇട്ടതിന് ശേഷം ഇനി മീനൊക്കെ ഒന്ന് വേവണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. പഞ്ഞീന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്നിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമായിട്ടിട്ട് ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സാധനം നമ്മൾ ഇട്ടിട്ടില്ല, പഞ്ഞീനിട്ടിട്ടില്ല. ഇടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പഞ്ഞീനിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ സമയം തന്നെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉപ്പിട്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ ഈ സമയം ഉപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ സമയം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി വേകുമ്പോഴേക്കും ഉപ്പും പുളിയും എരിവൊക്കെ നന്നായി നമ്മുടെ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും തുറക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ വറ്റി നല്ല രീതിക്ക് മീനൊക്കെ വെന്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ മീനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ഞീനൊക്കെ ഉടയാതെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. മീനൊരു ഹാഫ് വേവ് ആകുമ്പോഴാണ് ഇതിലേക്ക് പഞ്ഞീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ തന്നെ പഞ്ഞീൻ ഇട്ട് കൊടുക്കണമെങ്കിൽ പഞ്ഞീനൊക്കെ ഇതിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് പഞ്ഞീനൊരു ഹാഫ് വേവ് ആകുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.